ഹായ് ഫ്രണ്ട്സ്, രാത്രിക്കേക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കഴുകി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ട് മാറ്റി വെച്ചോളി. എന്നിട്ട് ഒരു വെളുത്ത പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും എടുത്ത് നമ്മൾ കറി ഉണ്ടാക്കുന്ന ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. ഒന്ന് കളറ് മാറി വരുമ്പോൾ അതേ വെളുത്ത പ്ലേറ്റിലേക്ക് ഇതായിട്ട് മാറ്റി കൊടുക്കുക. ഇനി അതേ ചട്ടി കഴുകാണ്ട് അതിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു കഷ്ണം പട്ട, 2 ഏലക്കായി, 3 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് പൊട്ടി വരും. ഏലക്കായി മാത്രമേ പൊട്ടുള്ളൂ കേട്ടോ. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഇതും നല്ലോണം പൊട്ടും, കടുകൊക്കെ പൊട്ടുന്നതിൽ. ആ സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 4 പച്ചമുളക് 6 കഷ്ണാക്കി കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് അപ്പുറത്തുള്ളവർ ചോദിക്കും നമ്മളോട് എന്താ ഉണ്ടാക്കുന്നതെന്ന്, പക്ഷേ അവരോട് പറഞ്ഞു കൊടുക്കരുത്. ഇനി 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സമയം നമ്മൾ സവാള വഴറ്റിയെടുക്കണേ. അതാണ് ഇതിലെ കാര്യമായിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത്. അത് വേഗം വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തത് ഓർത്തിട്ട് വേണം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. ഇത് നല്ലോണം സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു വലിയ തക്കാളി നല്ലോണം പഴുത്ത തന്നെ എടുത്തോളിയെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളി നല്ലോണം ഒരു ജ്യൂസി ആയി വരുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണേ. തക്കാളി സോഫ്റ്റ് ആയാൽ നമ്മൾ നേരത്തെ വെളുത്ത പ്ലേറ്റിൽ മാറ്റി വെച്ച മസാല അല്ലേ, അത് ഇതിലേക്ക് തട്ടി കൊടുക്കുക. ചെറിയ തീയിൽ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വളരെ കരുതലോട് കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി. ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. എനിക്കിപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടിച്ച് വേവിച്ചാൽ മതി, കരിഞ്ഞു പോലായിരിക്കും. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഞാൻ ഒഴിച്ചു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ നമ്മളെ കറി ഇവിടെ റെഡിയാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത്രയും ചെയ്യുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി വിതറിയിട്ട് എൻ്റെ കറീനെ ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പത്തിരീൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശരി.